ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി എടുത്ത് പോവാം. എല്ലാവർക്കും ഓരോന്ന് പെട്ടു. ആറും പറയാൻ തുടങ്ങി. ഓക്കെ, എല്ലാവർക്കും പെട്ടു കൊണ്ടുണ്ടായല്ലേ. അപ്പോൾ ജിന്ന് ഇരുന്നോടെ മുണ്ടാതെ. എനിക്കിത്ര പെട്ടാണുള്ളത്. അങ്ങനെ ജിന്നിൻ്റെ എല്ലാ പെട്ടും പടയെടുത്തോണ്ട് വന്നു. ജിന്ന് പറയുന്നത്, അയ്യോ അയ്യോ ഇവിടെ ഇരുന്ന ശരിയാവല്ല. ജിന്ന് അവിടുന്ന് ഓടിപ്പോയി. അങ്ങനെ ഹീറോയിൻ പറയാൻ തുടങ്ങി എന്ത് സംഭവിക്കുന്നത്. അങ്ങനെ ഹീറോയിൻ്റെ പെട്ട് ഓവർ പവർ ആയിരുന്നു. അതിനായിട്ട് ജിന്നിൻ്റെ പെട്ട് നിറയെ പെട്ടുണ്ടായിരുന്നു. ജിന്നിൻ്റെ പക്ഷികളും നിറയെ പെട്ടുണ്ടായിരുന്നു. ഓവർ പവർ പെറ്റ്സ് ഉണ്ടായിരുന്നു. ആറമുക്കും നിറയെ പെട്ടുണ്ടായിരുന്നു. ജിന്നുക്ക് ജേഹുപ്പുക്ക് എല്ലാവർക്കും ഓവർ പവർ ഉണ്ടായിരുന്നു. ഓവർ പവർ ഉണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിൻ പറയാൻ തുടങ്ങി എല്ലാവർക്കും ഓവർ പവർ ഉണ്ടായിരുന്നു. ശരി, ഓക്കെ, നിങ്ങളെല്ലാം പെട്ട് കണ്ട് ഇഷ്ടപ്പെട്ടു പോയി. ഹീറോയിനോട് പറയാൻ തുടങ്ങി. ഹീറോയിനോട് ആറം ചോദിച്ചു, ഞങ്ങൾക്കെല്ലാം പെട്ടുണ്ടു, നിനക്കൊരു പെട്ടില്ലേ? ആരാ പറഞ്ഞത് പെട്ടില്ലാത്ത? ഒരു സൗണ്ട് കേട്ടു. അവിടെ ഒരു ഗേൾ വന്നു. നല്ല വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരു ഗേൾ വന്നു. ആറാം നോക്കി, ഇതാരാ? ആരാ? അങ്ങനെ അത് പെട്ടെന്നായിട്ട് ഒരു 9 വാലുള്ള ഫോക്സ് ആയിട്ട് മാറി. വൈറ്റ് ഫോക്സ് ആയി മാറി. ഇത് കേട്ട് എല്ലാവർക്കും കണ്ട് ഷോക്കായി. ഞാനാണല്ലോ പെട്ട്. ജെമിനി പറയാൻ തുടങ്ങി, വൈറ്റ് ഫോക്സാ? നിനക്ക് എങ്ങനെ ഹ്യൂമൻ ആവാൻ പറ്റൂ? അതെ, എനിക്ക് ഹ്യൂമൻ ആവാൻ പറ്റൂ, എന്ത് വേണം ആവാൻ പറ്റൂ. നിങ്ങളെ പെട്ടുക്കും പറ്റൂ. അതൊക്കെ നിങ്ങൾ ഒരു കല്ലുണ്ട്, അത് കൊണ്ടുവന്ന് കൊടുക്കും. അത് കൊടുത്താൽ മാത്രം അവർക്ക് എന്നെ മാതിരി മനുഷ്യനെ ഉണ്ടാവാൻ പറ്റൂ. അങ്ങനെയായിട്ട് പറയാൻ തുടങ്ങി. ഇത് കേട്ട് ഫോക്സ് ആണോ? ജിമ്മിന് പറയുന്നത്, അടിപ്പാവി, എനിക്ക് ഫോക്സാ, എനിക്ക് വേണു. അങ്ങനെ ജിമ്മിന് പറയുന്നത് തൊടാതെ, എടാ പോടാ, എന്നെ ടച്ച് ചെയ്യേണ്ട. ഫോക്സ് ആയിട്ട് മാറിയിട്ട് ഹീറോയിൻ്റെ പെട്ട് പറയാൻ തുടങ്ങി. ഫോക്സ് ആയിരുന്നു അത്. ഇത്തരത്തൊരു ഫ്രണ്ടായി കൂടെ ഹീറോയിൻ്റെ കൂടെ ഉണ്ടായി. അതാണ് ഫോക്സ് ഗേൾ, വൈറ്റ് ഫോക്സ്. അങ്ങനെ വൈറ്റ് ഫോക്സ് പറയാൻ തുടങ്ങി. അതെ, ഞാനും എൻ്റെ കൂടെ ഉണ്ടാവും. എനിക്ക് എന്ത് മറ്റേ മാറാൻ പറ്റൂ. ഞാൻ ഫോക്സ് ആയിട്ട് മാറാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ ഫോക്സാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വൈറ്റ് ഫോക്സാണ്. അത് മാത്രമല്ല എനിക്ക് എന്ത് മേനാവാൻ പറ്റൂ എന്ന് പറഞ്ഞു. ഇപ്പം നോക്കിക്കോ, ഒരു ആന, വലിയൊരു ആനയായിട്ട് പറയും. ജിമ്മിനെ പിടിക്കാൻ തുടങ്ങി. നീ പെണ്ണ് തൊട്ടോ? അയ്യോ, വലിയ ആന! ഇരുന്ന താഴെട്ടാ, വേണ്ട എന്നെ തൊടാണ്ടാണ്. ജിമ്മിന് അവിടുന്ന് ഓടിപ്പോയി. ഹീറോയി ശരിക്കും തുടങ്ങി. ഹീറോയ്ക്ക് സ്മൈൽ വരാൻ തുടങ്ങി. അങ്ങനെ വൈറ്റ് ഫോക്സ് ഇങ്ങനെ മനുഷ്യനായി മാറി. ഹീറോയി കൂടെ പറയാൻ തുടങ്ങി എന്ത് ചെയ്യും. ഹീറോയി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ മാജിക് പ്ലേസിൽ ഹീറോയി എൻജോയ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങി. ഹീറോയി ജോളിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ട് പാടി ഡാൻസ് കളിച്ച് ഹീറോയി എൻജോയ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയായിട്ട് അവർ പറയാൻ തുടങ്ങി, ഓക്കെ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാം. ഡേഴ്സ് ഇങ്ങനെ പോകാൻ തുടങ്ങി. ഹീറോയി ഇങ്ങനെ വന്നു മാജിക് പ്ലേസിൽ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഹീറോമാർക്ക് ഡാൻസ് കളിച്ച് വരുന്ന ഒരു കുട്ടി വന്നായിരുന്നു. അങ്ങനെ ഹീറോയിനോട് പറയാൻ തുടങ്ങി, എൻ്റെ പേര് ജെസിയ. എന്നിപ്പോൾ ദിയ. ഞാൻ ദിയാന്ന് പേര് പറഞ്ഞു. ജെസ്സി എന്ന് വിളിക്കുമോ എന്നെ. ഞാനൊരു ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജിസി പറഞ്ഞ ഒരു ഗ്രൂപ്പിലായി നിങ്ങൾക്ക് മെസ്സേജ് അയച്ചത്. നിങ്ങൾ എനിക്ക് റിപ്പോർട്ട് തന്നിട്ടില്ല. എൻ്റെ പേര് ദിയ എന്ന് പേരാണ്. അങ്ങനെ പറഞ്ഞു. എൻ്റെ ഫേക്ക് ഉണ്ടാക്കിയ അതെ, എല്ലാവരും കണ്ടുപിടിക്കുക, അതുകൊണ്ട് ഫേക്ക് ഉണ്ടാക്കിയത്. അങ്ങനെ ആ പെണ്ണ് പറയാൻ തുടങ്ങി. ഹീറോയി അല്ല, ആ പെണ്ണ് ഇങ്ങനെ വേണ്ടോട് 7 പേരോട് പറയാൻ തുടങ്ങി. എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കണം. പറഞ്ഞോ, എന്തിനാണ് നിങ്ങളോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ ഷോപ്പിംഗ് വന്നായിരുന്നു. അതെ, ഇവിടെ ഞങ്ങൾ ബുക്ക് ചെയ്തത്. അതല്ല, ഇതെൻ്റെ അങ്കിളിൻ്റെ ഷോപ്പാണ്. അതുകൊണ്ട് നിങ്ങളോട് മാത്രം എനിക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നു. എനിക്ക് നിങ്ങൾ 7 പേര് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ജിമ്മിൻ ജ്യൂസ് കുടിച്ചായിരുന്നു. തുപ്പിട്ട് അവളെ നോക്കാൻ തുടങ്ങി. എന്ത് 7 പേര് ഇഷ്ടപ്പെട്ടു പോയോ? ഇല്ല, ഞാൻ ലവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ കുട്ടി ജിമ്മിന് ടെൻഷനാണ്. ഓൾറെഡി ഞങ്ങൾക്ക് ഇതിനെ പിടിക്കാതെ ഓൾറെഡി ഞങ്ങൾക്ക് ഫിയാൻസി ഉണ്ട്. അങ്ങനെ പറഞ്ഞ് അവർ 7 പേര് ടെൻഷനിൽ ഇറങ്ങിയിട്ട് പോയി. അങ്ങനെ ഹോട്ടലിൽ വന്നവർ പറയുന്നത് അങ്കിൾ പറയുന്നുണ്ട്, ഇനി മാറി ചെയ്തത് ഇല്ല, എനിക്ക് അവർ പിടിക്കൂ. പിന്നെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഒരു കോൺട്രാക്ട് കഴിയാൻ തുടങ്ങി. അങ്ങനെ 7 പേർ പറയാൻ തുടങ്ങി, നമുക്ക് മാരേജ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോമാർ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്ത് അവർ മാരേജ് കഴിക്കാനും പറഞ്ഞു. അവർ ശരി, ഓക്കെ, മാരേജ് കഴിച്ചോന്ന് ഹീറോമാർ പറഞ്ഞു. അങ്ങനെ ഹീറോമാർ പറഞ്ഞു. അവർ ഓർക്കുന്നത് ഞാൻ ആരംഭിച്ചത് നമുക്കേത് സെറ്റെന്ന്. അപ്പോൾ ജിമ്മിന് പറഞ്ഞു, എനിക്ക് ആ സെറ്റ് എന്ന് പറഞ്ഞ് അവനോടൊന്ന് പോയി. പേര് ഷോക്കായി. ജങ്കുക്ക് മുറിക്കാൻ തുടങ്ങി. അങ്ങനെ ഹീറോ എവിടെ ഉള്ളതെന്ന് അങ്ങനെ ഇങ്ങനെ കണ്ടുപിടിച്ച് ഹീറോയിൻ്റെ പെട്ട് ഒരു നോർമലായ ഒരു മനുഷ്യനായി മാറി. അവർ ഉള്ള പ്ലേസിൽ വന്നു. അങ്ങനെ ഹീറോയിൻ ഭയങ്കര ജോലിയായിട്ട് എൻജോയ് ചെയ്യുമ്പോൾ അതാണ് ഹീറോയിൻ.
അങ്ങനെ ബുക്ക് കേട്ടായിരുന്നു ഹീറോയിനെ കണ്ടുപിടിച്ച് വന്നു. അങ്ങനെ പെട്ട് വന്നു. ആ ഞാനേ എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു. അത് ഹീറോയ്ക്ക് ഷോക്കായി പോയി. ഞാനാണ് പറഞ്ഞു ഹീറോയ്ക്ക് മാത്രം ആ സീക്രട്ട് അറിയാം. അത് പറഞ്ഞവൻ ഹീറോയ്ക്ക് ഷോക്കായി. ആ വാ ഇവിടെ കുറിച്ച് സംസാരിക്കുക. ഹീറോമാർ കൂടെ സംസാരിക്കും. ഹീറോയി പറഞ്ഞു നിങ്ങളെങ്ങനെ വന്ന് ഇവിടേക്ക് കണ്ടുപിടിച്ച് എന്ന് പറഞ്ഞു. പെട്ട് പറയുന്ന ഞാനേ വിളിച്ചോണ്ട് വന്നത്. അങ്ങനെ ഹീറോമാർ പറയുന്നത് എന്നെ മാരേജ് കഴിക്കാൻ പറ്റൂ. അത് എങ്ങനെ പറ്റൂല. ഹീറോയി പറയുന്നത് മോശം ഞങ്ങൾ മാരേജ് കഴിക്കാൻ. ഹീറോയി പറയുന്നത് അതിപ്പോൾ നാളെ എൻ്റെ മാരേജാണ്, നിങ്ങൾ എങ്ങനെ എന്നെ മാരേജ് കഴിക്കാൻ പറ്റുമെന്ന്. ഹീറോമാർക്ക് ഷോക്കായി. എന്ത് ആളെ നിങ്ങൾക്ക് മാരേജാ? അതെ നാളെ എനിക്ക് മാരേജ്, എങ്ങനെ നിങ്ങൾ ഞാൻ മാരേജ് കഴിക്കാൻ പറ്റൂ ഹീറോയി ചോദിച്ചു. അതുമാറി ഹീറോക്ക് സാഡായി പോയി. വിഷമിക്കേണ്ട, എനിക്ക് ആ മാരേജ് ഇഷ്ടമല്ല, ആ ചെക്കൻ ശരിയില്ല, നിങ്ങൾ എനിക്ക് ഹെൽപ്പ് ചെയ്ത് മതി. ഞാൻ എന്ത് ചെയ്യാനറിയില്ല, സാഡായിരുന്നു. ശരി ഓക്കെ മാരേജ് ആരും വരുന്ന കുറച്ച് പേരാണ് വരുന്നത്. ഹീറോയി പറഞ്ഞു മതി പ്ലാൻ പറഞ്ഞു. എന്നാൽ മാരേജൊക്കെ ചെക്കന് വരുന്ന ടൈമാകുമ്പോൾ ചെക്കന് വേറെ ഒരു പെണ്ണെടുത്ത് ഒഞ്ചോടി പോയി. ആ ചെക്കനക്ക് ഓൾറെഡി അഫറുണ്ട്. നിറയെ ഗേൾസിനോട് പറയാൻ തുടങ്ങി. ഓൾറെഡി ആ ചെക്കൻ ശരിയില്ല അവരിങ്ങനെ പറയുന്ന കേട്ടായിരുന്നു. ആ ചെക്കനൊക്കെ അവരെ കല്യാണം കഴിപ്പിക്കുന്നത്. അപ്പോൾ അവളെ ഉമ്മ മിരട്ടിയിട്ടാ മാരേജ് കഴിപ്പിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ കുറച്ച് കുസു അവളിങ്ങനെ സംസാരിക്കുമായിരുന്നു. അതെ അവളെ കൂടെ എന്നൊരു പെട്ട് വന്നിരുന്നു. അത് ആറമ്മൻ്റെ പെട്ടാണ്. അവർ രണ്ടുപേരും കുസു അത് ഇപ്പോൾ എവളായിരുന്നു അങ്ങനെ മനുഷ്യയായി മാറാൻ പറ്റൂ. ഈ പെട്ട് കൺട്രോൾ ചെയ്ത് ഒരു മനുഷ്യയായി അവർ രണ്ട് സെൻസ് ചെയ്തിരിക്കാൻ തുടങ്ങി. മലയാളത്തിൽ അവളൊരു മലയാളത്തിൽ പെട്ടായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ഒരു ഇന്ത്യയിൽ ഗേൾ മതിയായിട്ട് മാറിയിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. ആ മാരേജ് നടങ്ങിയില്ല. ആ ചെക്കന് ഓടി വന്നു. ആ ചെക്കനെ കിഡ്നാപ്പ് ചെയ്തിരുന്നു. അങ്ങനെ ഹീറോയി പറഞ്ഞു. അങ്ങനെ ഹീറോയി ടെൻഷനിൽ പോയി. എല്ലാവരും പോയി. അങ്ങനെ എല്ലാവരും പോയി. പിന്നെ ഹീറോയി പറഞ്ഞു ഞാൻ ഇവരെ സ്നേഹിക്കുന്നത് ഇവരെന്നെ. അങ്ങനെ ഹീറോയും അവരുടെ കൂടെ മാരേജ് കഴിഞ്ഞു. അങ്ങനെ കുറേയൊക്കെ പോയി. ഇതിൽ ഒരാൾ ജിന്ന് മാരേജ് കഴിച്ചു. ആറമല്ല ജിന്ന് മാരേജ് കഴിച്ച് കൊറിയക്ക് പോയി. കൊറിയയിൽ ബാക്കി മെമ്പേഴ്സ് മാരേജ് കഴിച്ച് ഹാപ്പി ഫാമിലി. ഹീറോ സന്തോഷമായി. അങ്ങനെ ആ മാജിക് പ്ലേസിൽ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് വന്ന് അവർ എൻജോയ് ചെയ്ത് അവിടെ താമസിക്കാൻ തുടങ്ങി. ഹീറോമാർ ഡെവലപ്പ് പോകാൻ തുടങ്ങി. കുട്ടികളെ കൂടെ എൻജോയ് ഹീറോയി ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഹീറോയി പ്രഗ്നൻ്റാണ്. ഹാപ്പി എൻഡിങ്.